നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കോണ്ടാക്ട്ലെസ് കാർഡ് പേയ്മെന്റുകൾക്കുള്ള 100 പൗണ്ട് എന്ന പരിധി നീക്കാൻ തീരുമാനമായി. തീരുമാനം ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയുടേത്. നടപടിയിൽ താൽപര്യമില്ല എന്ന് കാണിച്ച് ഉപഭോക്താക്കളും കാർഡ് വ്യവസായ മേഖലയും കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് പരിധി സ്വയം നിശ്ചയിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് FCA. ബ്രിട്ടനിലെ സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ട് വിരമിക്കൽ പ്രായത്തിൽ മാറ്റവുമായി സർക്കാർ. പെൻഷൻ പ്രായം 68 ഉയർത്തും. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ. വിരമിക്കൽ പ്രായത്തിൽ മാറ്റം വരുത്തുന്നതോടെ 1970 ശേഷം ജനിച്ചവർക്ക് വിരമിക്കൽ വൈകും. ബ്രിട്ടനിൽ പലിശ ഇളവുമായി കേന്ദ്ര ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 4% നിന്ന് 3.75% കുറച്ചു. പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് 9 അംഗങ്ങളുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി. തീരുമാനം പണപ്പെരുപ്പം നിയന്ത്രണത്തിൽ വരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസ്. പുറത്തുവിട്ട പുതിയ 68 ഫോട്ടോകളിൽ ബിൽഗേറ്റ്സും ചിന്തകൻ നോം ചോംസ്കിയും. ചിത്രങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കൻ സെനറ്റിന്റെ ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ ആളുകളുടെ പാസ്പോർട്ടിന്റെയും തിരിച്ചറിയൽ രേഖകളുടെയും ചിത്രങ്ങളും പുറത്തുവിട്ട വിവരങ്ങളിൽ കൂടുതലും യുക്രൈൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യുവതികളുടേത്. അമേരിക്കയിൽ പ്രവർത്തനം വരുന്ന US കമ്പനികളുമായി സംയുക്ത സംരംഭത്തിന് കരാർ ഒപ്പിട്ട് ടിക്ടോക്ക്. ഒറാക്കിൾ, സിൽവർ ലേക്ക്, MGX എന്നീ സ്ഥാപനങ്ങളുമായിട്ടാണ് ടിക്ടോക്ക് കരാറിൽ ഏർപ്പെട്ടത്. ടിക്ടോക്ക് US എന്ന പേരിൽ ഒരു പുതിയ സംയുക്ത സംരംഭം അമേരിക്കയിൽ രൂപീകരിക്കും. നീക്കം US സർക്കാരിൽ നിന്നുള്ള മാസങ്ങൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിൽ. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യക്കാർ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണം 10 ലക്ഷത്തോളമെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 2 ലക്ഷത്തിൽ പരം ആളുകൾ പൗരത്വം ഉപേക്ഷിച്ചതായും കേന്ദ്ര സർക്കാർ. 2011നും 2024നും ഇടയിൽ പൗരത്വം ഉപേക്ഷിച്ചവർ 20.6 ലക്ഷത്തിലധികം. ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. എല്ലാ രേഖകളും അടിയന്തരമായി EDക്ക് കൈമാറണമെന്ന് കൊല്ലം വിജിലൻസ് കോടതി. SITയുടെ എതിർപ്പ് വിലപ്പോയില്ല. ED ആദ്യം സമീപിച്ചത് ഹൈക്കോടതിയെ. പോറ്റിയെ കേറ്റിയെ പാരഡിയിൽ അടിയറവ് പറഞ്ഞ് സർക്കാർ. കേസെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചു. നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കാനും തുടർ നടപടികൾ വേണ്ട എന്ന് വെക്കാനും തീരുമാനം. സർക്കാരിനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. വാർത്തകൾ വിശദമായി. UK-യിൽ കോണ്ടാക്ട്ലെസ് കാർഡ് പേയ്മെന്റുകൾക്ക് ബാധകമായ 100 പൗണ്ട് എന്ന പരമാവധി പരിധി നീക്കാൻ തീരുമാനമായെന്ന് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി. മാർച്ച് മുതൽ ബാങ്കുകൾക്കും കാർഡ് സേവന ദാതാക്കൾക്കും പിൻ നമ്പർ നൽകാതെ ഒരൊറ്റ ഇടപാടിൽ കൂടുതൽ തുക അടയ്ക്കാൻ അനുമതി നൽകാം. ആവശ്യാനുസരണം പരമാവധി തുക നിശ്ചയിക്കാനോ ചില സാഹചര്യങ്ങളിൽ പരിധിയില്ലാത്ത കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് അനുവദിക്കാനോ ബാങ്കുകൾക്ക് അധികാരം ലഭിക്കും. ഇതോടെ ദിനംപ്രതി വലിയ തുക ചെലവാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ എളുപ്പമാകും. കോണ്ടാക്ട്ലെസ് കാർഡ് പേയ്മെന്റുകൾക്ക് ബാധകമായ 100 പൗണ്ട് എന്ന പരമാവധി പരിധി നീക്കാൻ തീരുമാനമായതോടെ സുരക്ഷ പരിഗണിച്ച് ഉപഭോക്താക്കൾക്ക് സ്വന്തം കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് പരിധി സ്വയം നിശ്ചയിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് FCA ബാങ്കുകളോട് നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ ഈ സൗകര്യം താൽക്കാലികമായോ പൂർണ്ണമായോ ഓഫ് ചെയ്യുവാനും ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടാകും. മൊബൈൽ ബാങ്കിംഗ് ആപ്പുകൾ വഴിയും ഓൺലൈൻ അക്കൗണ്ട് സംവിധാനങ്ങളിലൂടെയും ഈ ക്രമീകരണങ്ങൾ ചെയ്യാനാകും. ചില ബാങ്കുകൾ ഇതിനകം തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ നിലവിലുള്ള 100 പൗണ്ട് പരിധിയിൽ മാറ്റം അനിവാര്യമാണെന്ന കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് കാർഡ് വ്യവസായ മേഖലയ്ക്കും വലിയ താല്പര്യമില്ലെന്ന് കാണിക്കുന്ന സർവേ ഫലം FCA പുറത്തുവിട്ടിട്ടുണ്ട്. സുരക്ഷാ ആശങ്കകളും അനാവശ്യ ചെലവുകളും വർദ്ധിക്കുമെന്ന ഭയം ഇതിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ. അതിനാൽ എല്ലാ ബാങ്കുകളും ഉടൻ തന്നെ പരിധി നീക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഓരോ ബാങ്കിന്റെയും നയങ്ങൾക്കും ഉപഭോക്തൃ ആവശ്യത്തിനും അനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ നടപ്പാക്കുകയെന്നും FCA അറിയിച്ചു. ബ്രിട്ടനിലെ വിരമിക്കൽ പ്രായത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ശരാശരി ആയുസ്, ജോലിശീലങ്ങൾ, രാജ്യത്തിന്റെ സാമ്പത്തിക നില തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഈ നീക്കം. ദീർഘകാലമായി സ്ഥിരമെന്ന് കരുതിയിരുന്ന 67 എന്ന പരിധി ഇനി തുടരാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. പുതിയ സംവിധാന പ്രകാരം പെൻഷൻ പ്രായം ജനങ്ങളുടെ ആയുസിനും തൊഴിൽ രീതികൾക്കും അനുസരിച്ച് കൂടുതൽ ഇളവുള്ളതാകും. ബ്രിട്ടനിൽ വിരമിക്കൽ പ്രായത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ തീരുമാനം വന്നതോടെ പ്രത്യേകിച്ച് 1970 ഏപ്രിലിന് ശേഷം ജനിച്ചവർക്ക് വിരമിക്കൽ കൂടുതൽ വൈകുമെന്ന് സർക്കാർ സൂചിപ്പിച്ചിരിക്കുന്നത്. ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പെൻഷൻ പ്രായം 68 ഉയരാൻ സാധ്യതയുണ്ട്. ഇത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ പെൻഷൻ നയം മാറ്റങ്ങളിൽ ഒന്നായിരിക്കും. മുൻപ് ആളുകൾ കുറച്ചുകാലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. വിരമിച്ച ശേഷം കുറച്ചുകാലം മാത്രമേ പെൻഷൻ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ആയുസ് കൂടിയതോടെ കൂടുതൽ പേർക്ക് ദീർഘകാലം ജോലി ചെയ്യാൻ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്.
പെൻഷൻ പ്രായം 67 നിലനിർത്തുന്നത് മൂലം കൂടുതൽ കാലം പെൻഷൻ നൽകേണ്ടി വരുന്നത് മൂലം സർക്കാർ ചെലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രായം വീണ്ടും കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നത്. ബ്രിട്ടനിലെ കേന്ദ്ര ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടിസ്ഥാന പലിശ നിരക്ക് 4% നിന്ന് 3.75% കുറച്ചു. 2023 തുടക്കത്തിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. തീരുമാനം പണപ്പെരുപ്പം നിയന്ത്രണത്തിൽ വരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബാങ്ക് അധികൃതർ. 9 അംഗങ്ങളുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 5-4 എന്ന ഭൂരിപക്ഷത്തിലാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനമായത്. UK-യിൽ പലിശ നിരക്കുകൾ ക്രമേണ താഴേക്കുള്ള വഴിയിലാണ്. എന്നാൽ ഭാവിയിൽ കുറവ് സമ്പദ് വ്യവസ്ഥയുടെ നില അനുസരിച്ചായിരിക്കുമെന്നും ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞു. അതേസമയം ചില അംഗങ്ങൾ പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ ഇപ്പോഴും ജാഗ്രത വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. സേവന മേഖലയിലെ വിലക്കയറ്റവും വേതന വർധനവും ലക്ഷ്യനിരക്ക് മുകളിലാണെന്ന ആശങ്കയും ചർച്ചയായി. പലിശ നിരക്ക് കുറയുന്നതോടെ ഹോം ലോണുകളും ബിസിനസ് വായ്പകളും എടുക്കുന്നവർക്ക് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സേവിങ്സ് അക്കൗണ്ടുകളിലെ പലിശ കുറയാനും സാധ്യതയുണ്ട്. വർഷ അവസാനത്തോടെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച പ്രതീക്ഷിക്കുന്നതായും പണപ്പെരുപ്പം 2% ലക്ഷ്യത്തിന് അടുത്തേക്കുമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ വിലയിരുത്തൽ. ധനമന്ത്രി റേച്ചൽ റീവ്സും പലിശ കുറവ് വായ്പാ ബാധ്യതയുള്ള കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഗുണകരമാകുമെന്നും പ്രതികരിച്ചു. ലണ്ടനിൽ നിന്നും കുറഞ്ഞ ചിലവിൽ ട്രെയിൻ യാത്ര സാധ്യമോ എന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുന്നു. ലുമോ ട്രെയിനിൽ ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം. അതും 35 പൗണ്ടിലും കുറഞ്ഞ നിരക്കിൽ. ലണ്ടൻ കിങ്സ് ക്രോസിൽ നിന്നും എഡിൻസ്ബർഗിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ഒരുക്കുന്നതിൽ പ്രസിദ്ധി നേടിയ കമ്പനി 2021 ആരംഭിച്ചത്. രാജ്യ തലസ്ഥാനത്ത് നിന്നും വിവിധ നഗരങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്ന കമ്പനിയുടെ ട്രെയിനുകൾ എല്ലാം തന്നെ ഇലക്ട്രിക് ട്രെയിനുകളാണ്. ഇപ്പോൾ ഗ്ലാസ്ഗോയിൽ നിന്നും ഫാൾക്കിർ, എഡിൻബർഗ്, വടക്കുകിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ലണ്ടനിലേക്കുള്ള ഒരു പുതിയ സർവീസാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലണ്ടനിൽ നിന്നും ഗ്ലാസ്ഗോയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വെറും 33.1 പൗണ്ട് മാത്രമാണ്. ന്യൂ കാസിലിൽ നിന്നും ഗ്ലാസ്ഗോയിലേക്ക് വെറും 10.9 പൗണ്ട് നൽകി യാത്ര ചെയ്യാം. ഇക്കഴിഞ്ഞ ഡിസംബർ 16 മുതലാണ് പുതിയ സർവീസ് ആരംഭിച്ചത്. UK-യിൽ ഫിക്സഡ് ഡീലിൽ ഇല്ലാത്ത സ്മാർട്ട് മീറ്റർ ഇല്ലാത്ത 70 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ ജനുവരി 1 മുതൽ ഉയരുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോടെ മീറ്റർ റീഡിംഗ് നിർബന്ധമായും സമർപ്പിക്കണം എന്ന് UCCയിലെ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഈ മാസം ഉപയോഗിച്ച വൈദ്യുതിക്ക് കൂടി അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഉയർന്ന നിരക്കിൽ ചാർജ് നൽകേണ്ടതായി വന്നേക്കാമെന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, റീഡിംഗ് സമർപ്പിച്ചില്ല എങ്കിൽ സാധാരണയായി കമ്പനികൾ അവരുടെ ചില കണക്കുകൂട്ടലുകൾ അനുസരിച്ചുള്ള ബില്ലായിരിക്കും നൽകുക. തീർച്ചയായും ഇത് യഥാർത്ഥ ബിൽ തുകയേക്കാൾ കൂടുതലുമായിരിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിനും പീഡനത്തിനും ഇരയാക്കിയ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുന്നതിന്റെ ഭാഗമായി 68 ഫോട്ടോകൾ കൂടി പുറത്തുവിട്ടു. മൈക്രോസോഫ്റ്റ് സ്ഥാപകനും ലോക കോടീശ്വരന്മാരിൽ ഒരാളുമായ ബിൽ ഗേറ്റ്സ്, ചിന്തകൻ നോം ചോംസ്കി തുടങ്ങിയവർ പുതിയ ചിത്രങ്ങളിലുണ്ട്. അമേരിക്കൻ സെനറ്റിന്റെ ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങളാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. വിവിധ രാജ്യങ്ങളിലെ ആളുകളുടെ പാസ്പോർട്ടിന്റെയും തിരിച്ചറിയൽ രേഖകളുടെയും ചിത്രങ്ങളും പുറത്തുവിട്ടവയിലുണ്ട്. യുക്രൈൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യുവതികളുടെ വിവരങ്ങളാണ് കൂടുതലും. പുറത്തുവിട്ട പല ചിത്രങ്ങളിലെയും യുവതികളുടെ മുഖങ്ങൾ മറച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്ത്രീകളെ കൈമാറ്റം ചെയ്യുന്ന തരത്തിലുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടവയിലുണ്ട്. നോം ചോംസ്കി ജെഫ്രി എപ്സ്റ്റീനൊപ്പം ഒരു വിമാനത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ബിൽ ഗേറ്റ്സ് ഒരു യുവതിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും യുവതിയുടെ മുഖം മറച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സിനിമാ സംവിധായകൻ വുഡി അലൻ, ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനോൺ എന്നിവരും ചിത്രങ്ങളിലുണ്ട്. പുറത്തുവിട്ട ചിത്രങ്ങളിൽ അക്രമമോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും എപ്സ്റ്റീന് US-ലെ വിവിധ തുറകളിൽ ഉന്നതരുമായുള്ള അടുത്ത ബന്ധം കാണിക്കുന്നതാണ്. നേരത്തെ പുറത്തുവിട്ട ചിത്രങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. എപ്സ്റ്റീൻ എസ്റ്റേറ്റിൽ നിന്നും ലഭിച്ച 95,000ഓളം ഫോട്ടോകളാണ് ഓവർസൈറ്റ് കമ്മിറ്റിയുടെ പക്കലുള്ളത്. കൂടുതൽ ഫോട്ടോകൾ പുറത്തുവിടുമെന്നും കമ്മിറ്റി പറയുന്നു. എപ്സ്റ്റീൻ കേസിലെ അതീവ രഹസ്യമായ രേഖകൾ പുറത്തുവിടാനുള്ള നീക്കത്തിന് അമേരിക്കൻ സെനറ്റ് നേരത്തെ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. പ്രമുഖ വ്യക്തികൾക്കായി ലൈംഗിക പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്നതടക്കം ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ടയാളാണ് ജെഫ്രി എപ്സ്റ്റീൻ. ലൈംഗിക വൃത്തിക്കായി കുട്ടികളെ കടത്തിയതിന് അറസ്റ്റിലായ എപ്സ്റ്റീനെ 2019 ജൂലൈയിൽ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമേരിക്കയിൽ പ്രവർത്തനം തുടരുന്നതിനായി US കമ്പനികളുമായി സംയുക്ത സംരംഭത്തിന് കരാർ ഒപ്പിട്ട് ടിക്ടോക്ക്. ഒറാക്കിൾ, സിൽവർ ലേക്ക്, MGX എന്നീ സ്ഥാപനങ്ങളുമായാണ് കമ്പനി കരാറിൽ ഒപ്പിട്ടത്. ഈ 3 നിക്ഷേപകരുമായി ചേർന്ന് അമേരിക്കയിൽ ടിക്ടോക്ക് US എന്ന പേരിൽ ഒരു പുതിയ സംയുക്ത സംരംഭം രൂപീകരിക്കാനാണ് തീരുമാനം. US സർക്കാരിൽ നിന്നുള്ള മാസങ്ങൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ നീക്കം. ഡാറ്റ സുരക്ഷയെക്കുറിച്ചും ടിക്ടോക്കിന് ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അമേരിക്കൻ അധികൃതർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു.
അമേരിക്കൻ നിക്ഷേപകർക്ക് ഉടമസ്ഥാവകാശം കൈമാറുന്നതിലൂടെ ഈ ആശങ്കകൾ പരിഹരിക്കാനാവുമെന്ന് ടിക്ടോക്ക് പ്രതീക്ഷിക്കുന്നു. ഇതോടെ ടിക്ടോക്കിന്റെ US പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അമേരിക്ക ആസ്ഥാനമായുള്ള കമ്പനികളുടെ നിയന്ത്രണത്തിലാകും. ഒറാക്കിൾ ആയിരിക്കും ടിക്ടോക്കിന്റെ ക്ലൗഡ് ഡാറ്റ മാനേജ്മെന്റ് വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുക. സിൽവർ ലേക്ക് ഉൾപ്പെടെയുള്ള മറ്റ് നിക്ഷേപകർ സാമ്പത്തിക പിന്തുണ നൽകും. അമേരിക്കൻ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ഈ കരാറിനെ കാണുന്നത്. ഇതുകൂടാതെ അമേരിക്കയിൽ പ്രവർത്തനം തുടരാൻ ടിക്ടോക്കിനെ ഈ കരാർ സഹായിക്കും. സാങ്കേതിക വിദ്യയും ദേശീയ സുരക്ഷയും തമ്മിലുള്ള വലിയ ചർച്ചകളുടെ ഭാഗമായാണ് ഈ നീക്കം. വിദേശ സാങ്കേതിക സ്ഥാപനങ്ങൾ എങ്ങനെ അമേരിക്കയിൽ പ്രവർത്തിക്കണം എന്നതിലേക്ക് ഈ കരാർ ഒരു മാതൃകയാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 120.61 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 90.19 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.64 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.38 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 വർഷത്തിനിടെ പൗരത്വം ഉപേക്ഷിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 10 ലക്ഷത്തോളം എന്ന് കേന്ദ്ര സർക്കാർ. 2022 മുതൽ പ്രതിവർഷം 2 ലക്ഷത്തിൽ പരം ആളുകൾ പൗരത്വം ഉപേക്ഷിച്ചതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ സഹിതം വ്യക്തമാക്കി. സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ ഇന്ത്യക്കാർക്കിടയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. 2024 2.06 ലക്ഷം ഇന്ത്യക്കാരും 2023 2.16 ലക്ഷം പേരും 2022 2.25 ലക്ഷം പേരും പൗരത്വം ഉപേക്ഷിച്ചതായി കോൺഗ്രസ് MP KC വേണുഗോപാൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2021 ഇന്ത്യ വിട്ടത് 1.63 ലക്ഷം പേരും 2020 85,256 പേരും ആയിരുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് സംബന്ധമായ പ്രതിസന്ധി കാരണമാണ് 2020 എണ്ണത്തിൽ കുറവ് വന്നത്. ഇത് 10 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന കണക്കാണ്. 2011 2024 ഇടയിൽ മൊത്തം 20.6 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ പൗരത്വം ഉപേക്ഷിച്ചു. ഇതിൽ പകുതിയോളം കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണെന്നും സർക്കാർ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഈ പ്രവണതയ്ക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് സർക്കാർ പഠനം നടത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് യുവ ഇന്ത്യക്കാർക്കിടയിലെ പൗരത്വം ഉപേക്ഷിക്കുന്നത് തടയാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും വേണുഗോപാൽ ചോദിച്ചു. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കൂടാതെ ഉന്നത പ്രൊഫഷണലുകളുടെയും രാജ്യം വിടൽ കൊണ്ട് അടയാളപ്പെടുത്തിയ 4ാം ഘട്ട കുടിയേറ്റത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നുവെന്നും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബാരു തന്റെ സെഷൻ ഓഫ് ദ സക്സസ്ഫുൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2014 2023 ഇടയിലായി ഏകദേശം 23,000 ഇന്ത്യൻ കോടീശ്വരന്മാർ രാജ്യം വിട്ടതായി ആഗോള സാമ്പത്തിക സ്ഥാപനമായ മോർഗൻ സ്റ്റാലിയുടെ ഡേറ്റ ഉദ്ധരിച്ച് സഞ്ജയ് ബാരു പുസ്തകത്തിൽ നിരീക്ഷിച്ചിട്ടുമുണ്ട്. കെട്ടിടത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് 13 വർഷമായി ചലനശേഷി ഇല്ലാതെ കിടക്കുന്ന 32കാരന് നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിന് മുൻപായി മാതാപിതാക്കളുമായി സംസാരിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള സാധ്യതയില്ല എന്ന ആദ്യത്തെയും രണ്ടാമത്തെയും മെഡിക്കൽ ബോർഡുകളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. ഹരീഷ് റാണയ്ക്ക് നിഷ്ക്രിയ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് അശോക് റാണ നൽകിയ അപേക്ഷയാണ് പരിഗണിക്കുന്നത്. വ്യാഴാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ യുവാവിന്റെ മാതാപിതാക്കളുമായി കോടതി നേരിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി അഭിപ്രായപ്പെട്ടു. തുടർന്ന് ജനുവരി 13 വൈകിട്ട് 3 മാതാപിതാക്കളോട് ഹാജരാകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക് മിഷൻ ബില്ലിനെ കുറിച്ചുള്ള ലോക്സഭാ ചർച്ചകൾക്കിടെയുള്ള പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം അപകീർത്തികരമെന്ന് വിമർശിച്ച് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കോൺഗ്രസ് എംപിമാരുടെയും മറ്റ് പ്രതിപക്ഷ എംപിമാരുടെയും നടപടികളെ അദ്ദേഹം ഗുണ്ടാരാജുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു. പാർലമെന്റിലെ പ്രതിപക്ഷ എംപിമാരുടെ നടപടികൾ ജനാധിപത്യ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തിയതായി ചൌഹാൻ കുറ്റപ്പെടുത്തി. സഭ നിർത്തിവെച്ചതിനു ശേഷം BJP ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമനിർമ്മാണത്തിന്റെ പുതിയ പേരിനോടുള്ള പ്രതിപക്ഷത്തിന്റെ എതിർപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലുണ്ടായ ബഹളത്തെ സൂചിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം പേരിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നാൽ കേന്ദ്ര സർക്കാർ പ്രവൃത്തിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് ചൌഹാൻ പറഞ്ഞു. പാർലമെന്റിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും എംപിമാരുടെ ലജ്ജാകരമായ പെരുമാറ്റത്തെ ശക്തമായി അപലപിക്കുന്നതായും അവരുടെ പെരുമാറ്റത്തിലൂടെ പ്രതിപക്ഷം ജനാധിപത്യത്തെ അപമാനിക്കുകയും പാർലമെന്ററി പാരമ്പര്യത്തെ ഗുണ്ടാരാജാക്കി മാറ്റുകയും ചെയ്തുവെന്നും ചൌഹാൻ കൂട്ടിച്ചേർത്തു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. മുഴുവൻ രേഖകളും ഇഡിക്ക് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. SIT ശക്തമായ എതിർപ്പ് ഉന്നയിച്ചുവെങ്കിലും വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡി അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും SITയും സ്വീകരിച്ചത്. എന്നാൽ വിജിലൻസ് കോടതി ഇത് തള്ളി. റിപ്പോർട്ടുകളടക്കം എല്ലാ രേഖകളും അടിയന്തരമായി ഇഡിക്ക് കൈമാറണമെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതിയായിരുന്നു ഇഡി ആദ്യം സമീപിച്ചത്. എന്നാൽ വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഇഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിൽ കേസെടുക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ. നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കാനും തുടർ നടപടികൾ വേണ്ട എന്ന് വെക്കാനും സർക്കാർ തീരുമാനിച്ചു. ഗാനത്തിൽ കൂടുതൽ കേസെടുക്കേണ്ടതില്ല എന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. അയ്യപ്പ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. പിന്നാലെ നിരവധി പരാതികൾ വന്നിരുന്നു. കേസുകളിലൊന്നും തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. കോടതിയിൽ തിരിച്ചടി ലഭിച്ചേക്കുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനെ മാറ്റി ചിന്തിപ്പിച്ചത്. പാരഡിയിൽ കേസെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധമുയരുന്നു. വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു. പാരഡി ഗാനവും തുടർന്നുണ്ടായ സംഭവങ്ങളും ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. പിന്നാലെയാണ് കേസുമായി മുന്നോട്ടു പോകാതെ സർക്കാർ പിന്തിരിയുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മെറ്റയ്ക്ക് കത്തു നൽകിയിരുന്നു. കോടതിയുടെ നിർദ്ദേശമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഗാനം നീക്കം ചെയ്യുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തടവുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസിൽ കുടുങ്ങിയ ജയിൽ ആസ്ഥാനകാരി DIG MK വിനോദ് കുമാറിനെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പരാതി കത്തുകളും സർക്കാർ പൂഴ്ത്തിയെന്ന് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 2023 ഏപ്രിലിൽ അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG ജയിൽ ഡയറക്ടർക്ക് കത്തെഴുതിയിരുന്നു. ഈ കത്തും അവഗണിച്ചു എന്ന് പുറത്തുവരുന്ന വിവരം. കത്തു നൽകിയ DIGയെ വിരമിക്കാൻ 3 മാസം ബാക്കി നിൽക്കെ വിനോദ് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. കുത്തഴിഞ്ഞ ജയിൽ ഭരണത്തിന്റെ ഭാഗമായി തടവുകാരിൽ നിന്നും മാത്രമല്ല സ്ഥലം മാറ്റത്തിന് ഉദ്യോഗസ്ഥരിൽ നിന്നും കൈക്കൂലി കൈപ്പറ്റുന്ന ഉന്നത സംഘമുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വിനോദ് കുമാർ വിയൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യ കൃഷി പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നും കർശന നടപടിയെടുത്തത് 2.31 ലക്ഷം രൂപ തിരിച്ചു പിടിക്കണമെന്നും 2020 വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. വകുപ്പ് നടത്തിയ വിശദാന്വേഷണത്തിലും വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ചു. എന്നാൽ ഇതുവരെയും പണം തിരിച്ചു പിടിച്ചിട്ടില്ല. റിപ്പോർട്ട് നിലനിൽക്കെ DIGയായി സ്ഥാനക്കയറ്റം നേടിയ വിനോദ് കുമാർ തുടർന്ന് ജയിൽ ആസ്ഥാന DIG ആയതോടെ ഫയൽ മരവിച്ചു. ഇദ്ദേഹം ആസ്ഥാന DIG ആയിരിക്കെ അധികാര പരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകളെ കുറിച്ച് അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG 2022 3 കത്തുകൾ ജയിൽ ഡയറക്ടർക്ക് നൽകിയിരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ 250 കിലോമീറ്റർ വരെ യാത്ര ചെയ്തു മറ്റു സോണുകളിലെ ജയിലുകളിൽ ഹ്രസ്വ സന്ദർശനം നടത്തുന്നതും ദുരൂഹവും അന്വേഷിക്കേണ്ടതുമാണ്. മേഖലാ DIGയുടെ ശുപാർശയില്ലാതെ ജീവനക്കാരുടെ സ്ഥലം മാറ്റം നടത്തുന്നതും ഇത് അഴിമതിക്ക് കാരണമാകുന്നു എന്ന് സംശയമുണ്ടെന്നും എന്നിങ്ങനെയുള്ള ആരോപണങ്ങളായിരുന്നു കത്തുകളിൽ. TP കേസ് പ്രതികളുമായുള്ള ജയിൽ ആസ്ഥാന DIGയുടെ ബന്ധവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ സോണിലേക്കു ജയിൽ മാറ്റം കിട്ടാനായി 2023 നവംബറിൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കൊടിസുനിയുടെ നേതൃത്വത്തിൽ കലാപം നടന്നിരുന്നു. അന്ന് ജയിലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടെങ്കിലും ഉദ്യോഗസ്ഥനെ സ്വന്തം വീടിനടുത്തേക്ക് സ്ഥലം മാറ്റി സംരക്ഷിച്ചു. കൊടിസുനിക്ക് ആഗ്രഹിച്ചതുപോലെ കണ്ണൂർ സോണിലെ തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റവും നൽകി. ബഹ്റിനിൽ നടന്ന ഒരു സ്വകാര്യ ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനായി കളിച്ച പാകിസ്ഥാനിലെ പ്രമുഖ രാജ്യാന്തര കബഡി താരമായ ഉബൈദുല്ല രജ്പുതിനെതിരെ അച്ചടക്ക നടപടിയെടുക്കും. GCC കപ്പിനിടെ ഉബൈദുല്ല ഇന്ത്യൻ ജേഴ്സി ധരിച്ച് ഇന്ത്യൻ പതാക വീശുന്നതിന്റെ വീഡിയോകളും ചിത്രങ്ങളും വൈറലായതിനെ തുടർന്നാണ് നടപടി. ഈ മാസം 27-ന് പാകിസ്ഥാൻ കബഡി ഫെഡറേഷൻ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്നും വിഷയം ചർച്ച ചെയ്ത് ഉബൈദുല്ലയ്ക്കും മറ്റു ചില താരങ്ങൾക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും PKF സെക്രട്ടറി റാണ സർവർ പറഞ്ഞു. ഈ മാസം 16-നാണ് ബഹ്റിനിൽ GCC കപ്പ് കബഡി ടൂർണമെന്റ് നടന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, കാനഡ, ഇറാൻ തുടങ്ങിയ പേരുകളിൽ സ്വകാര്യ ടീമുകൾ രൂപീകരിച്ച മത്സരമായിരുന്നു ഇതെന്ന് സംഘാടകർ സ്ഥിരീകരിച്ചു. എന്നാൽ എല്ലാ ടീമുകളും അതാത് രാജ്യത്തെ താരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ കളിക്കാർ ഇന്ത്യൻ സ്വകാര്യ ടീമിനെയാണ് പ്രതിനിധീകരിച്ചത്. ഉബൈദുല്ലയും അവർക്ക് വേണ്ടിയാണ് കളിച്ചത്. ഈ സാഹചര്യങ്ങളിൽ ഇത് അസ്വീകാര്യമാണ് എന്ന് സെർവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോണ്ടാക്ട്ലെസ് കാർഡ് പേയ്മെന്റുകൾക്കുള്ള 100 പൗണ്ട് എന്ന പരിധി നീക്കാൻ തീരുമാനമായി. തീരുമാനം ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയുടേത്. നടപടിയിൽ താൽപര്യമില്ല എന്ന് കാണിച്ച് ഉപഭോക്താക്കളും കാർഡ് വ്യവസായ മേഖലയും കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് പരിധി സ്വയം നിശ്ചയിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് FCA. ബ്രിട്ടനിലെ സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ട് വിരമിക്കൽ പ്രായത്തിൽ മാറ്റവുമായി സർക്കാർ. പെൻഷൻ പ്രായം 68 ഉയർത്തും. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ. വിരമിക്കൽ പ്രായത്തിൽ മാറ്റം വരുത്തുന്നതോടെ 1970 ശേഷം ജനിച്ചവർക്ക് വിരമിക്കൽ വൈകും. ബ്രിട്ടനിൽ പലിശ ഇളവുമായി കേന്ദ്ര ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 4% നിന്ന് 3.75% കുറച്ചു. പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് 9 അംഗങ്ങളുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി. തീരുമാനം പണപ്പെരുപ്പം നിയന്ത്രണത്തിൽ വരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസ് പുറത്തുവിട്ട പുതിയ 68 ഫോട്ടോകളിൽ ബിൽഗേറ്റ്സും ചിന്തകൻ നോം ചോംസ്കിയും. ചിത്രങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കൻ സെനറ്റിന്റെ ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ ആളുകളുടെ പാസ്പോർട്ടിന്റെയും തിരിച്ചറിയൽ രേഖകളുടെയും ചിത്രങ്ങളും പുറത്തുവിട്ട വിവരങ്ങളിൽ കൂടുതലും യുക്രൈൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യുവതികളുടേത്. അമേരിക്കയിൽ പ്രവർത്തനം വരുന്ന US കമ്പനികളുമായി സംയുക്ത സംരംഭത്തിന് കരാർ ഒപ്പിട്ട് ടിക്ടോക്ക്. ഒറാക്കിൾ, സിൽവർ ലേക്ക്, MGX എന്നീ സ്ഥാപനങ്ങളുമായിട്ടാണ് ടിക്ടോക്ക് കരാറിൽ ഏർപ്പെട്ടത്. ടിക്ടോക്ക് US എന്ന പേരിൽ ഒരു പുതിയ സംയുക്ത സംരംഭം അമേരിക്കയിൽ രൂപീകരിക്കും. നീക്കം US സർക്കാരിൽ നിന്നുള്ള മാസങ്ങൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിൽ. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യക്കാർ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണം 10 ലക്ഷത്തോളമെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 2 ലക്ഷത്തിൽ പരം ആളുകൾ പൗരത്വം ഉപേക്ഷിച്ചതായും കേന്ദ്ര സർക്കാർ. 2011നും 2024നും ഇടയിൽ പൗരത്വം ഉപേക്ഷിച്ചവർ 20.6 ലക്ഷത്തിലധികം. ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. എല്ലാ രേഖകളും അടിയന്തരമായി EDക്ക് കൈമാറണമെന്ന് കൊല്ലം വിജിലൻസ് കോടതി. SITയുടെ എതിർപ്പ് വിലപ്പോയില്ല. ED ആദ്യം സമീപിച്ചത് ഹൈക്കോടതിയെ. പോറ്റിയെ കേറ്റിയെ പാരഡിയിൽ അടിയറവ് പറഞ്ഞ് സർക്കാർ. കേസെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചു. നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കാനും തുടർ നടപടികൾ വേണ്ട എന്ന് വെക്കാനും തീരുമാനം. സർക്കാരിനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.